നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് എന്താ അർത്ഥം? എന്റെ കഴുത്തിൽ താലി വീണെന്നോ? നോക്ക്. പൂജ നടക്കുമ്പോ ശ്രീകോവിലിൽ അശുഭലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അതിൽ നിന്ന് ആർക്കും ദുർമരണവും സംഭവിക്കില്ല, ഗർഭിണിക്കും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക. തിരുമേനി മതി. ഇനി നിന്ന പലർക്കും പല ആവശ്യമില്ലാത്ത സംശയങ്ങളുണ്ടാകും. അതിനൊന്നും തിരുമേനി മറുപടി പറയാൻ നിൽക്കണ്ട. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇനി പൂജാകർമ്മത്തിനായി വന്ദനയെ കൂട്ടിക്കൊണ്ടുവരിക. എല്ലാവരും ഒത്തുചേർന്ന് ഒരു ചടങ്ങ് പോലെ വന്ദനയെ കൂട്ടിക്കൊണ്ടുവരിക. മകളെ, എന്തു പറ്റിയതാ? അറിയില്ല സ്വാമി, പെട്ടെന്നൊരു തലകറക്കം. അമ്പലത്തിൽ വെച്ചായിരുന്നു. അല്ല, ഞാനിങ്ങനെ ഇവിടെ എത്തിയത്? എല്ലാം ദേവിയുടെ അത്ഭുതം. എല്ലാം അറിയുന്ന മഹാമായ നാം അറിയാതെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാം നല്ലതിനാ. വിവാഹിതയായ നിനക്ക് ഇനി ജീവിതത്തിൽ വെച്ചടി ഉയർച്ചയായിരിക്കും. സ്വാമിക്ക് തെറ്റി. ഞാൻ വിവാഹിതയല്ല. അബദ്ധം പറഞ്ഞിട്ട് ചിരിക്കാണോ? നാവിൻ തുമ്പത്ത് നിന്ന് വരുന്നത് ഞാനൊരിയാടുന്ന വാക്കുകളല്ല ദേവി. സരസ്വതി ദേവി നാവിലിരുന്ന് പറയുന്നതാണ്. വിവാഹിതയായ നീ എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ സ്വാമി, ഞാൻ വിവാഹിതയല്ല. എന്റെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ അച്ഛനമ്മമാര് നടത്തുന്ന സ്വയംവര പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആയിരിക്കാം. ആ പൂജ നടക്കുന്ന വേളയിൽ തന്നെ നിന്റെ കഴുത്തിൽ താലി വീണ് കഴിഞ്ഞു. എന്താ സ്വാമി പറയുന്നത്? പിന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് എന്താ അർത്ഥം? എന്റെ കഴുത്തിൽ താലി വീണെന്നോ? നോക്ക്. ഇതാരാ? ഈ താലി മായ, മഹാമായയുടെ മറ്റൊരത്ഭുതം. ഈ പൂജ തുടങ്ങുന്നത് വരെ നീ ഏകയായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ സുമംഗലിയും സൗഭാഗ്യവതിയുമാണ്. എങ്ങനെ
എങ്ങനെ ഇത് സംഭവിച്ചു? ഞാൻ പറഞ്ഞില്ലേ മായയാണെന്ന്. അത്ഭുതങ്ങൾ നടത്തുന്ന ആ ജഗദാംബിക, ആദിപരാശക്തിയുടെ ലീലാവിലാസങ്ങളാണ് ഇതെല്ലാം. നീ പരിഭ്രമിക്കണ്ട. ഇനി നീ പ്രതീക്ഷിക്കാത്ത പലതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ടുകൊള്ളുക. അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ തന്നെ നേരിടുക. സ്വാമി, ആരാ ഇത് ചെയ്തത്? അത് നീ തന്നെ കണ്ടുപിടിക്കും. അത് ഈ താലി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഇത് പൊട്ടിച്ചെറിയാൻ പാടില്ല. നിന്റെ ദുഃഖം കണ്ട് ദേവി തന്നെ നിനക്ക് സമ്മാനിച്ചതാ ഇത്. ദേവിയെ നിന്ദിക്കരുത്. ദേവി, ആദിപരാശക്തി, ജഗദാംബികെ, അമ്മേ നാരായണ. അമ്മേ, ദേവി, ഭഗവതി, ഞാൻ അറിയാതെ എന്റെ കഴുത്തിലൊരു താലി. ആരാ ഇത് കെട്ടിയത്? പരീക്ഷിക്കാണോ നീ? ആരാ എന്റെ ജീവിതമാകെ മാറ്റിമറിച്ചത്? ഞാനിനി എന്താ ചെയ്യേണ്ടത്? മോളെ, എന്തു പറ്റി? എന്താ മോളെ, എന്തു പറ്റി? എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? പെട്ടെന്നൊരു തലയിറക്കം വന്നച്ചാ. അതാ ഞാൻ ഇവിടെ വന്നിരുന്നത്. നിങ്ങൾ എവിടെയെല്ലാം തെരഞ്ഞോന്നറിയോ? ഒന്ന് വിളിയെങ്കിലും കേട്ടുകൂടായിരുന്നോ? ഒന്നിനും എനിക്ക് ശക്തിയില്ലാതായി പോയി. ഇപ്പോ അസ്വസ്ഥത വല്ലതുണ്ടോ? ഒന്നുമില്ല ഏട്ടത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.